hospital and medical centers. നമസ്കാരം. ഇന്ന് 2026 ജനുവരി 13 ചൊവ്വാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 2026 25,000 ബഹ്റൈൻ പൗരന്മാർക്ക് തൊഴിൽ നൽകുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ പ്രഖ്യാപിച്ചു. ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവിന്റെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. ഓരോ ഉദ്യോഗാർത്ഥിക്കും 2025 അവസാനത്തിന് മുൻപായി 3 തൊഴിലവസരങ്ങൾ വീതം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. കഴിഞ്ഞ വർഷം ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതലായി 108% പേർക്ക് ജോലി നൽകാൻ സാധിച്ചു. ആകെ 26,963 സ്വദേശികൾക്ക് ജോലി ലഭിച്ചതിൽ 9,149 പേർ ആദ്യമായി തൊഴിൽ വിപണിയിലെത്തിയവരാണ്. കൂടാതെ 15,000 പേർക്ക് പരിശീലനവും നൽകി. 2026 പുതിയ ലക്ഷ്യമനുസരിച്ച് 25,000 പേർക്ക് തൊഴിൽ നൽകും. ഇതിൽ 10,000 പേർ പുതുതായി തൊഴിൽ രംഗത്തേക്ക് വരുന്നവരായിരിക്കും. ഇതോടൊപ്പം 15,000 സ്വദേശികൾക്ക് കൂടി പരിശീലനം നൽകാൻ തൊഴിൽ മന്ത്രാലയത്തിന് മന്ത്രിസഭ നിർദ്ദേശം നൽകി. 3 തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതി വഴി ഇതുവരെ 5,078 പൗരന്മാർക്ക് ജോലി ലഭിച്ചതായും കിരീടാവകാശി വ്യക്തമാക്കി. ബഹ്റിനിൽ 2024 1,400-ലധികം പുതിയ ക്യാൻസർ കേസുകളും 4,547 ഡയാലിസിസ് രോഗികളും രജിസ്റ്റർ ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി. MP ജലാൽ കാദമിന് നൽകിയ മറുപടിയിലാണ് മന്ത്രാലയം ഈ കണക്കുകൾ വ്യക്തമാക്കിയത്. പുതിയ ക്യാൻസർ കേസുകളിൽ 1,230 പേർ സ്വദേശികളും 171 പേർ വിദേശികളുമാണ്. ഇതിൽ 695 സ്ത്രീകളും 535 പുരുഷന്മാരും ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ക്യാൻസർ മൂലം 525 പേരും വൃക്കരോഗം മൂലം 65 പേരും മരണപ്പെട്ടു. നിലവിൽ 4,547 പേർ ഡയാലിസിസ് ചികിത്സ തേടുന്നുണ്ട്. ഇതിൽ 4,298 പേരും സ്വദേശികളാണ്. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ്, അബ്ദുറഹ്മാൻ കാനു സെന്റർ എന്നിവ വഴി 47,064 തവണ ഡയാലിസിസ് സേവനങ്ങൾ നൽകി. കൂടാതെ വിദഗ്ധ ചികിത്സയ്ക്കായി 163 രോഗികളെ സൗദി, ജോർദാൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ സ്ക്രീനിംഗ് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണവും മന്ത്രാലയം ശക്തമാക്കിയിട്ടുണ്ട്. HPV, ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ അതിർത്തികളിൽ കർശന പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിന്റെ അനശ്വര കവി P. ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിച്ച ഓർക്കുക വല്ലപ്പോഴും സംഗീത സായാഹ്നം ശ്രദ്ധേയമായി. ഭൂമിക സാംസ്കാരിക കൂട്ടായ്മയും സമാജവും സംയുക്തമായി ഒരുക്കിയ പരിപാടിയിൽ പ്രശസ്ത ഗായകനും എഴുത്തുകാരനുമായ VT മുരളി മുഖ്യാതിഥിയായിരുന്നു. ഭാസ്കരൻ മാസ്റ്ററുടെ വിഖ്യാത ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച പരിപാടിയിൽ VT മുരളിയും പ്രാദേശിക കലാകാരന്മാരും ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചു. ഭാസ്കരൻ മാസ്റ്ററുടെ കാവ്യജീവിതത്തെയും സംഗീത സംവിധായകരുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. ചടങ്ങിൽ VT മുരളിയെ ആദരിച്ചു. ഭൂമിക പ്രസിഡന്റ് EA സലീം, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, കോർഡിനേറ്റർ SV ബഷീർ എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് മലയാളികൾ പങ്കെടുത്ത പരിപാടിക്ക് ഭൂമിക സെക്രട്ടറി രജിത TK നന്ദി പറഞ്ഞു. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ഫെസ്റ്റിന്റെ ഭാഗമായി ബഹ്റിനിൽ വിപുലമായ രക്തദാന ക്യാമ്പ് നടന്നു. മുഹറക്കിലെ കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പ്രവാസി മലയാളികൾ പങ്കാളികളായി. വാജിദ് M, റഷീദ് മുയിപ്പോത്ത് എന്നിവർ പരിപാടിയുടെ കോർഡിനേറ്റർമാരായി നേതൃത്വം നൽകി. രക്തദാന ക്യാമ്പ് വിജയകരമാക്കാൻ സഹകരിച്ച ഹോസ്പിറ്റൽ ജീവനക്കാരെ ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ജനറൽ സെക്രട്ടറിമാരായ ഷമീം KC, മനു മാത്യു തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ക്യാമ്പ് സന്ദർശിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും കോഴിക്കോട് ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. വടകര സഹൃദയവേദി അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി മനാമയിലെ അൽ സൊവാഫിയ ഗാർഡനിൽ മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിച്ചു. കൺവീനർ ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 250-ലധികം പേർ പങ്കെടുത്തു. സഹൃദയവേദിയുടെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നതായിരുന്നു സംഘാടനം. ക്ലാസിക് ചോർസ് മ്യൂസിക് ബാൻഡ് ഗാനമേളയും വിവിധ വിനോദ പരിപാടികളും അംഗങ്ങൾക്കായി ഒരുക്കിയിരുന്നു. എന്റർടൈൻമെന്റ് സെക്രട്ടറി സുനിൽ വില്യാപ്പള്ളി, വിനീഷ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. പ്രസിഡന്റ് അഷ്റഫ്, സെക്രട്ടറി MC പവിത്രൻ, ട്രഷറർ രഞ്ജിത്ത്, മുഖ്യരക്ഷാധികാരി R പവിത്രൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു.
ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. അർബുദ രോഗികൾക്ക് കൈത്താങ്ങായി തലമുടി ദാനം ചെയ്ത് തൃശൂർ സ്വദേശി റംഷാദ് പൂക്കുന്നം വീട്ടിൽ മാതൃകയായി. ബഹ്റിനിൽ ജോലി ചെയ്യുന്ന റംഷാദ് ഏറെക്കാലമായി നീട്ടി വളർത്തിയ മുടി BDK ബഹ്റിൻ പ്രസിഡന്റും ക്യാൻസർ കെയർ ഗ്രൂപ്പ് പ്രവർത്തകനുമായ റോജി ജോൺ മുഖേനയാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് കൈമാറിയത്. റേഡിയേഷൻ കീമോതെറാപ്പി ചികിത്സകൾ മൂലം മുടി കൊഴിയുന്ന രോഗികൾക്ക് വിഗ് നിർമ്മിക്കാനാണ് ഇത്തരത്തിൽ മുടി ശേഖരിക്കുന്നത്. ചുരുങ്ങിയത് 21 സെന്റിമീറ്റർ നീളമുള്ള തലമുടി വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിലാക്കി സൊസൈറ്റിക്ക് നൽകാവുന്നതാണ്. പ്രവാസി സമൂഹത്തിൽ മുടിദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കായി BDK ബഹ്റിൻ ചാപ്റ്ററും ക്യാൻസർ കെയർ ഗ്രൂപ്പും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് 33750999 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റിനിലെ കലാസാഹിത്യ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ശരണമന്ത്രം എന്ന അയ്യപ്പ ഭക്തിഗാനം പ്രകാശനം ചെയ്തു. സൃഷ്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പിറവി ക്രിയേഷൻസും തരംഗ് ബഹ്റിനും സംയുക്തമായാണ് ഈ സംഗീതാൽബം നിർമ്മിച്ചത്. രാധാകൃഷ്ണൻ PP രചനയും ശശീന്ദ്രൻ VV സംഗീതവും നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് രാജാ പീതാംബരനാണ്. പിറവി ക്രിയേഷൻസ് ഡയറക്ടർ അനിൽകുമാർ KB അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാധാകൃഷ്ണൻ PP സ്വാഗതം ആശംസിച്ചു. RJ ഷിബു മലയിൽ വീഡിയോയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ബഹ്റിൻ കേരളീയ സമാജം സാഹിത്യവേദി സെക്രട്ടറി വിനയചന്ദ്രൻ പോസ്റ്റർ പ്രകാശനം നടത്തി. സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ ദീപ ജയചന്ദ്രൻ, വിശ്വകലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് അശോക് ശ്രീശൈലം, ദീപക് തണൽ, തരംഗ് ശശീന്ദ്രൻ VV, ഗോകുൽ പുരുഷോത്തമൻ, ജയമോഹൻ അടൂർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ദീപ്തി തരംഗ് ചടങ്ങുകൾ നിയന്ത്രിക്കുകയും സുരേഷ് വീരച്ചേരി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ട്രാവൽ ഏജൻസി വഴി യാത്രാ പാക്കേജുകൾ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ഉടമയ്ക്ക് മൈനർ ക്രിമിനൽ കോടതി 6 വർഷം തടവും 5000 ബഹ്റിൻ ദീനാർ പിഴയും വിധിച്ചു. വിശ്വാസവഞ്ചന, ചതി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ശിക്ഷ. ഇതുമായി ബന്ധപ്പെട്ട സിവിൽ കേസ് കൂടുതൽ നടപടികൾക്കായി സിവിൽ കോടതിയിലേക്ക് മാറ്റി. ഗ്രൂപ്പ് യാത്രാ പാക്കേജുകൾ പരസ്യം ചെയ്ത് ഉപഭോക്താക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയ പ്രതി യാതൊരുവിധ ബുക്കിങ്ങുകളും നടത്താതെ തുക ദുരുപയോഗം ചെയ്യുകയായിരുന്നു. യാത്ര പുറപ്പെടേണ്ട ദിവസം ഓഫീസിലെത്തിയപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ട വിവരം ഇരകൾ അറിയുന്നത്. അപ്പോഴേക്കും സ്ഥാപനം പൂട്ടി പ്രതി രാജ്യം വിട്ടിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിക്കെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചത്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.